മോനെ ഇർഫാനെ, ആരാ വിളിക്കുന്നത് നോക്കി മോനെ. അതെന്റെ ഫ്രണ്ടാ അമ്മ. ഹലോ എടാ ഇർഫാനെ, നാളെ അല്ലേടാ PTM മീറ്റിംഗ്? ആ അതെ. നീ ആരെയാ കൂട്ടിക്കൊണ്ടുവരിക? ഞാൻ ഇന്നത്തെ പോലെ എൻ്റെ ഉമ്മാനെ അവിടെ കൂട്ടിയിട്ട് വരുന്നത്. എന്നാ എന്റെ ഉപ്പ നാട്ടിൽ വന്നിട്ടുണ്ട്. ഉപ്പാനെ കൂട്ടിയിട്ടാണ് സ്കൂളിൽ രാത്രി ഇല്ലാണ്. ഞാൻ എന്റെ ഉപ്പാനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കും. എടാ എന്റെ ഉമ്മയല്ലേ എപ്പോഴും പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിങ്ങിന് വരുത്തി. എടാ ഒന്ന് മാറ്റി പിടിക്കട എന്റെ ഉപ്പാനെ കൊണ്ടാ. എന്നാ ശരി, ഞാൻ വെക്കട്ടെ. എടാ വെക്കല്ല. എന്റെ ഉമ്മ അറിയലുണ്ട് ഞാൻ എന്റെ ഉപ്പാനെ പോലെയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഉപ്പാനെ എന്റെ റോൾ മോഡൽ ആക്കുന്നേ. നീയോ? ഞാൻ എൻ്റെ ഉമ്മാനെ റോൾ മോഡലാക്കുന്നു. എൻ്റെ ഉമ്മ എനക്കല്ലോ. ഉമ്മ നാളെ 2 മണിക്കാണ് PTM മീറ്റിംഗ്. ഉമ്മ വരണേ? ഉമ്മക്ക് ഓർമ്മയില്ലേ? ആടെ അമ്മ 2 മണിയാകുമ്പോഴത്തേക്ക് സ്കൂളെത്താം. മഷിയുള്ള ഒരു പേന പോലും വെച്ചേക്കൂല ഈ ചെക്കൻ. ഉപ്പ, ഇന്നെനിക്ക് 11 വയസ്സ് തികയുന്ന ദിവസമാണ്. ഓരോ വർഷവും ഉപ്പ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കഴിഞ്ഞ വർഷമാണ് ഞാൻ ഏറെ പ്രതീക്ഷിച്ചത്. അന്നെനിക്ക് 10 വയസ്സ് തികയുന്ന ദിവസമായിരുന്നു. ഈ ആൺമക്കളൊക്കെ ഉപ്പയെയാണ് റോൾ മോഡലാക്കാറുള്ളത്. എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനെയാണ്. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് ഉപ്പയെ ഞാൻ കാണുന്നില്ല. ഉപ്പയുടെ പ്രവർത്തനം എന്താണെന്ന് എനിക്കറിയില്ല. ഉപ്പയുടെ ഏത് പ്രവൃത്തിയാണ് ഞാൻ അനുകരിക്കേണ്ടത്? ഒന്നും എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ പോവല്ലേ? നിനക്ക് പോവാതിരിക്കാൻ പറ്റില്ല. ഈ മോനെ എങ്ങനെ വേണമെങ്കിൽ കഴിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷം മാത്രം എപ്പം വലുത്. അങ്ങനെ തന്നെ കൂട്ടിക്കും.